നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SFI മാർച്ചിൽ കണ്ണൂരിലും സംഘർഷം, ലാത്തിചാർജും കല്ലേറും, പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഡിവൈഎസ്പി ഉൾപ്പെടെ പോലീസുകാർക്കും നേതാക്കൾ ഉൾപ്പെടെ SFI പ്രവർത്തകർക്കും പരിക്ക്, മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേറ്റു. പാനൂർ കൂരാറയിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷിനു നേരെ അക്രമം, ഗുരുതരമായി പരിക്കേറ്റ ജഗദീഷ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അക്രമം നടത്തിയത് ബൈക്ക് തടഞ്ഞു നിർത്തി. അക്രമത്തിനു പിന്നിൽ CPM എന്ന് കോൺഗ്രസ്. പൊയിലൂർ പള്ളിച്ചാലിലെ വിനോദിന്റെ മരണം, BJPക്കാരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന ആരോപണം. BJP കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ പോലീസും CPM നേതൃത്വവും തമ്മിൽ ധാരണയെന്ന് PK കൃഷ്ണദാസ്. ഭരണശ്ശേരി കണ്ടോൺമെന്റ് ബോർഡ് തെരഞ്ഞെടുപ്പ്, വിവാദങ്ങൾക്കൊടുവിൽ കേണൽ പത്മനാഭൻ ബോർഡംഗമായി സ്ഥാനമേറ്റു. സത്യപ്രതിജ്ഞ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. SFI കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം, ഡിവൈഎസ്പിയും SIയും ഉൾപ്പെടെ പോലീസുകാർക്കും SFI ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് 6 ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസിനു നേരെ വിദ്യാർത്ഥികൾ കല്ലും കുപ്പിയും എറിഞ്ഞു. വിദ്യാർത്ഥികൾ കാൾടെക്സ് ജംഗ്ഷൻ ഉപരോധിച്ചതുമൂലം നഗരത്തിൽ ഗതാഗതക്കുരുക്കം ഉണ്ടായി. പാഠപുസ്തകം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടും തിരുവനന്തപുരത്തും നടന്ന SFI മാർച്ചിലുണ്ടായ സംഘർഷം കണക്കിലെടുത്ത് ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള വലിയ സന്നാഹവുമായാണ് മാർച്ചിനെ പോലീസ് നേരിട്ടത്. ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജന്റെ നേതൃത്വത്തിലാണ് പോലീസ് കലക്ടറേറ്റിൽ നിലയുറപ്പിച്ചത്. 11:45ഓടെയാണ് മാർച്ച് എത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി കലക്ടറേറ്റ് കോമ്പൗണ്ടിലേക്ക് കടന്നെങ്കിലും പോലീസ് വിരട്ടിവിട്ടു. തുടർന്നാണ് പോലീസിനു നേരെ കല്ലേറുണ്ടായത്. പ്രവർത്തകരെ തുരത്താൻ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ച പോലീസ് 6 തവണ ഗ്രനേഡ് എറിഞ്ഞു. ഇതിനിടെ ഗ്രനേഡ് കലക്ടറേറ്റിന് മുന്നിലെ പെട്രോൾ പമ്പിലും വീണു പൊട്ടി. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന സമിതി അംഗം PK റമീസ് എന്നിവരുൾപ്പെടെ 8ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. DYSP N വിശ്വനാഥൻ ഉൾപ്പെടെ പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. കല്ലേറിലും ലാത്തിചാർജിലും പെട്ട് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ C സുനിൽകുമാറിനും സുപ്രഭാതം ഫോട്ടോഗ്രാഫർ ഷമ്മിക്കും പരിക്കുപറ്റി. സംഘർഷത്തെ തുടർന്ന് SFI പ്രവർത്തകർ കാൽടെക്സിലെ ഗാന്ധി സർക്കിൾ ഉപരോധിച്ചു. 16ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പ്രവർത്തകരിൽ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സർല ഉൾപ്പെടെയുള്ളവർ ടൗൺ സ്റ്റേഷനിലെത്തി. അലവിൽ ദുരൂഹ സാഹചര്യത്തിൽ വീടിന് തീപിടിച്ചു. മുള്ളൻകണ്ടി വത്സന്റെ ഓലമേഞ്ഞ വീടാണ് ഇന്നലെ അർദ്ധരാത്രി കത്തിനശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് വത്സൻ പോലീസിൽ പരാതി നൽകി. പുലർച്ചെ 12:30ഓടെയാണ് അലവിൽ സ്കൂൾ പാറയ്ക്ക് സമീപമുള്ള മുള്ളൻകണ്ടി വത്സന്റെ വീടിന് തീപിടിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓലമേഞ്ഞ വീട്ടിൽ വത്സനും അനുജൻ രതീഷും കുടുംബവുമാണ് താമസിക്കുന്നത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും തീ ആളിപ്പടരുകയായിരുന്നു. ഇന്നലെ രാത്രി ഒരു 12:25ഓടുകൂടിയാണ് തീപിടുത്തം സംഭവിച്ചത്. എൻ്റെ എൻജിനാണ് ആദ്യം കണ്ടത്. അവൻ വന്ന് വിളിച്ച പ്രകാരം ഞാൻ എഴുന്നേറ്റു. അങ്ങനെ എൻജിൻ്റെ മകനും ഞങ്ങളെല്ലാവരും കൂടെ തീ അണക്കാനുള്ള ശ്രമം നടത്തി. ഏകദേശം 80,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. കിടക്കകളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. കണ്ണൂരിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളപായമില്ല. തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല. വളപട്ടണം പോലീസ് കേസെടുത്തു. ഭരണശ്ശേരിയിലെ കണ്ടോൺമെന്റ് ബോർഡ് തെരഞ്ഞെടുപ്പ്, വിവാദങ്ങൾക്കൊടുവിൽ കേണൽ പത്മനാഭൻ ബോർഡംഗമായി സ്ഥാനമേറ്റു. UDF സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പത്മനാഭന്റെ സ്ഥാനമേൽക്കൽ LDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി തടഞ്ഞുവെക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 11-നാണ് കണ്ടോൺമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്വതന്ത്രനായി മത്സരിച്ച കേണൽ പത്മനാഭൻ നിയമവിരുദ്ധമായാണ് മത്സരിക്കുന്നതെന്ന് കാണിച്ച് LDF ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേണൽ പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് ഫലവും ചുമതലയേൽക്കലും തടഞ്ഞുവെച്ചു. പിന്നീട് സ്ഥാനാർത്ഥിത്വവും വിജയഫലവും കോടതി അംഗീകരിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേണൽ പത്മനാഭൻ സ്ഥാനമേറ്റത്. DSC കമാൻഡന്റ് കേണൽ യുദ്ധവീർ സിംഗ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. That I will bear true faith and allegiance to the Constitution of India as by law established, and that I will faithfully discharge the duty upon which I am about to. 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും 6 ജനപ്രതിനിധികളും അടങ്ങുന്നതാണ് കണ്ടോൺമെന്റ് ബോർഡ്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയിലെ റീജ കുഞ്ഞിമംഗലമായിരുന്നു വൈസ് ചെയർമാൻ. ഇത്തവണ UDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. 6-ൽ 5ഉം UDF നേടി. V. ആൻഡ്രൂസ് ബോർഡ് വൈസ് പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VV പുരുഷോത്തമൻ, മനോഹരൻ താളിക്കാവ്, കൗൺസിലർമാരായ CP താഹ, PV ജയസൂര്യൻ, K സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ ആഭ്യന്തരമന്ത്രി, കണ്ണൂർ പോലീസ്, CPM നേതൃത്വം എന്നിവർ ചേർന്ന് ത്രികക്ഷി അച്ചുതണ്ടായി പ്രവർത്തിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പൊയിലൂരിലെ വിനോദിന്റെ മരണത്തിൽ BJPക്കാരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊയിലൂർ പള്ളിച്ചാലിലെ വിനോദിന്റെ മരണത്തിൽ നിരപരാധികളായവരെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് നടപടിക്കെതിരെയാണ് BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. കേരളത്തിൽ BJPക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെയും കണ്ണൂരിലെ ഒരു വിഭാഗം പോലീസിന്റെയും CPM നേതൃത്വത്തിന്റെയും ത്രികക്ഷി അച്ചുതണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവിശുദ്ധ സംഘം BJP അടിച്ചമർത്താൻ ആസൂത്രിത ഹിഡൻ അജണ്ട നടപ്പിലാക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ മുന്നേറ്റമാണ് ഈ അച്ചുതണ്ടിന് രൂപം നൽകിയതെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ത്രികക്ഷി അച്ചുതണ്ടാണുള്ളത്. ഒന്ന്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ്, മറ്റു മറുഭാഗത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം. ഈ ത്രികക്ഷി അച്ചുതണ്ടിന്റെ അവിശുദ്ധമായിട്ടുള്ള സഖ്യം അവര് ഉണ്ടാക്കിയെടുക്ക അവരുടെ ഹിഡൻ അജണ്ട ആസൂത്രിതമായി ഈ ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ RSS, BJP ഉൾപ്പെടെയുള്ള സംഘടനകളെ പ്രവർത്തകന്മാരെ ഉന്മൂലനം ചെയ്യുക, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ, BJP, RSS പ്രസ്ഥാനങ്ങളെ ഈ ജില്ലയിൽ അടിച്ചമർത്തുക, ജനാധിപത്യ രീതികളെല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളും അവർക്ക് നിഷേധിക്കുക, ഈ രീതിയിലെ ഹിഡൻ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P സത്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി AP ഗംഗാധരൻ, PK വേലായുധൻ, K രാധാകൃഷ്ണൻ, AO രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപുഴ മാത്തിലിൽ വെടിയിറച്ചിയും കള്ളത്തോക്കുമായി 2 പേർ പിടിയിൽ. കൊഴുമൽ സ്വദേശി ഉണ്ണികൃഷ്ണൻ, മനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരിൽ നിന്ന് വെടിവെച്ചു കൊന്ന മരപ്പട്ടിയുടെ ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SFI മാർച്ചിൽ കണ്ണൂരിലും സംഘർഷം, ലാത്തിചാർജും കല്ലേറും. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. DYSP ഉൾപ്പെടെ പോലീസുകാർക്കും നേതാക്കൾ ഉൾപ്പെടെ SFI പ്രവർത്തകർക്കും പരിക്ക്, മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേറ്റു. പാനൂർ കൂരാറയിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷിനു നേരെ അക്രമം, ഗുരുതരമായി പരിക്കേറ്റ ജഗദീഷ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അക്രമം നടത്തിയത് ബൈക്ക് തടഞ്ഞു നിർത്തി. അക്രമത്തിനു പിന്നിൽ CPM എന്ന കോൺഗ്രസ്. പൊയിലൂർ പള്ളിച്ചാലിലെ വിനോദിന്റെ മരണം, BJPക്കാരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന ആരോപണം. BJP കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ പോലീസും CPM നേതൃത്വവും തമ്മിൽ ധാരണയെന്ന് PK കൃഷ്ണദാസ്. ഭരണശ്ശേരി കന്റോൺമെന്റ് ബോർഡ് തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കൊടുവിൽ കേണൽ പത്മനാഭൻ ബോർഡംഗമായി സ്ഥാനമേറ്റു. സത്യപ്രതിജ്ഞ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബെസ്റ്റോ ബാഗ്സ്, ഇൻഡിക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബാങ്ക് ആൻഡ് ബാങ്ക്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജേസ്പോൾ കോർണർ, കണ്ണൂർ. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Bill Mart, a smart selection, VKX Complex, NH Road, ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. പാനൂർ മൊകേരി കൂരാറയിൽ കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ചു. ആറ്റുപുറത്തെ അമ്മമഠത്തിൽ ജഗദീഷിനെയാണ് ഇന്നലെ രാത്രി ബൈക്ക് തടഞ്ഞ് ഒരു സംഘം മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജഗദീഷിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മൊകേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയും 92-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റും മൊകേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ കൂരാറ ആറ്റുപുറത്തെ അമ്മാമഠത്തിൽ ജഗദീഷിന് നേരെയാണ് ഇന്നലെ രാത്രി 10ഓടെ അക്രമം നടന്നത്. തലശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ചക്യാറത്ത് മുക്കിൽ വെച്ചാണ് അക്രമം നടന്നത്. ഇരു കാലുകളും ഇടത് കൈയും ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു തകർത്ത നിലയിലാണ്. തലയ്ക്ക് മുൻഭാഗത്തും പിൻഭാഗത്തും ഗുരുതരമായി വെട്ടേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് അബോധാവസ്ഥയിൽ റോഡരികിൽ കിടന്ന ജഗദീഷിനെ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്കും കാലിനും 2 ശസ്ത്രക്രിയ നടത്തി. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ജഗദീഷിന് നേരെ നേരത്തെയും അക്രമം നടന്നിരുന്നു.
അഴീക്കൽ കപ്പൽ പൊളിശാലയ്ക്ക് കപ്പൽ പൊളിക്കാൻ ലൈസൻസ് നൽകിയ അഴീക്കോട് പഞ്ചായത്തിനെതിരെ കപ്പൽ പൊളി വിരുദ്ധ സമര സമിതി മാർച്ച് നടത്തി. പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ ഐക്യദാർഢ്യ സെക്രട്ടറി രാജേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കപ്പൽ പൊളിക്ക് ലൈസൻസ് നൽകിയത് നിയമവിരുദ്ധമായാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് മാത്രമാണ് ലൈസൻസ് നൽകാൻ അധികാരമുള്ളതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കപ്പൽ പൊളി ഇവിടെ നടത്താൻ പാടില്ല, അത് ജനങ്ങളുടെ ജീവന് ഭീഷണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ആർക്കാണ് അറിഞ്ഞുകൂടാൻ പറ്റാത്തത് എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ഇത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അല്പം കൂടി ആവേശം സ്വീകരിക്കാൻ കഴിഞ്ഞു. കപ്പൽ പൊളിക്കുന്നതിന് കളക്ടർ നൽകിയ നിരോധന ഉത്തരവ് നിലനിൽക്കെ രഹസ്യമായി കപ്പൽ പൊളി നടക്കുന്നുണ്ടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കപ്പൽ പൊളി വിരുദ്ധ ചെയർമാൻ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ സാജിദ്, അഭിലാഷ് CP, ശശി, ഷാജഹാൻ, ഖാലി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിജയശതമാനം കൂടിയത് നല്ല പ്രവണതയാണെന്ന് രാജ്യസഭാംഗം KK രാഗേഷ് MP. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. സമീപഭാവിയിൽ പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളും A+ നേടുമെന്ന് KK രാഗേഷ് MP പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് 30-35% കുട്ടികളാണ് പാസ്സാവും. 35% കുട്ടികൾ 100% പാസ്സാകുന്നവർ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 35% പാസ്സാവും. പക്ഷെ അന്നത്തെ പത്രത്തിൽ വാർത്ത ഉണ്ടാവും 35 അല്ല 60% മേലെ കുട്ടികൾ പാസ്സായിരുന്ന വാർത്ത ഉണ്ടാവും. ഇങ്ങനെ വാർത്ത എന്നറിയും. ആ വാർത്ത അന്നൊരു സൂത്രപ്പണി 210 മാർക്ക് വാങ്ങാൻ അന്നത്തെ മാർക്ക് 210 കിട്ടിയായിരിക്കും. 210 മാർക്ക് കിട്ടുന്നതിന് വേണ്ടി അതൊരു സൂത്രപ്പണിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നൊരു സൂത്രപ്പണിയാണ്. ആ സൂത്രപ്പണിയുടെ പേരാണ് മോഡറേഷൻ. വാർഡംഗം D. സുമോത്സൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ M. സുബൈർ, പ്രധാന അധ്യാപിക V. ശീതള, സ്റ്റാഫ് സെക്രട്ടറി KK ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബസ്സുകൾ ആക്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KK രാഗേഷ് MP ആവശ്യപ്പെട്ടു. എന്തിനും ഏതിനും കേസുകൾ എടുക്കുന്ന പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് KK രാഗേഷ് MP കുറ്റപ്പെടുത്തി. നികൃഷ്ടമായ അക്രമമാണ് സ്കൂളിന് നേരെ നടന്നിട്ടുള്ളത്. 4 വാഹനങ്ങൾ സ്കൂളിൻ്റെ 4 ബസ്സുകളാണ് അക്രമികൾ തകർത്തത്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വിദ്യാലയത്തിന് നേരെ നടന്നിട്ടുള്ള അക്രമത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇതിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ നാളിതുവരെയായി ചക്കരക്കല്ല് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഗൗരവത്തിൽ കണ്ട് ഇടപെട്ട് ബന്ധപ്പെട്ടവർക്കെതിരായി നടപടി സ്വീകരിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവർ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് അപലപനീയമാണ്. ഇതിനെതിരായി സമൂഹമാകെ പ്രതികരിക്കണം. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഇഡലിക്ക് ആവശ്യക്കാരേറിയതോടെ ചപ്പാത്തിയുടെ വിൽപ്പന കുറഞ്ഞത് മാതൃഭൂമിയിൽ വാർത്തയായി. ദിവസവും ശരാശരി 2500-ലധികം ഇഡലികൾ ചിലവാകുന്നുണ്ട്. കരാറിനകം ബാങ്ക് സ്വർണ്ണാഭരണ വിവാദവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായ 2 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് സഹകരണ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന റിപ്പോർട്ട് മനോരമ വാർത്തയാക്കി. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടറാണ് അന്വേഷണം നടത്തി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകിയത്. സ്വകാര്യ ബസ്സുകാരെ സഹായിക്കാൻ KSRTC തലശ്ശേരിയിൽ ട്രിപ്പ് മുടക്കുന്നത് വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നു. തലശ്ശേരിയിൽ നിന്ന് കൊളശ്ശേരി വഴി അഞ്ചരക്കണ്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് പതിവായി ട്രിപ്പ് മുടക്കുന്നത്. തലശ്ശേരി സ്റ്റേഡിയത്തിന്റെ അവകാശത്തിൽ നഗരസഭയും റവന്യൂ വകുപ്പും കൊമ്പുകോർക്കുന്നത് ചന്ദ്രികയിൽ വാർത്തയായി. സ്റ്റേഡിയം റവന്യൂ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് റവന്യൂ വകുപ്പ് രംഗത്തെത്തിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. ആടുമോഷണം ആരോപിച്ച് ജയിലിലാക്കുകയും ശേഷം മാനസിക രോഗിയാവുകയും ചെയ്ത ആദിവാസി യുവാവിന്റെ ദുരിത ജീവിതം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളോളം മരക്കൊമ്പിൽ അന്തിയുറങ്ങിയ ഉദയഗിരി തുമരക്കാട് കോളനിയിലെ പത്മനാഭനാണ് ദുരിതം അനുഭവിക്കുന്നത്. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച അംഗൻവാടി ജീവനക്കാർ കണ്ണൂരിൽ ട്രെയിൻ തടയുന്നു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് CITUവിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച ട്രെയിൻ തടയുന്നത്. ജൂലൈ 10-ന് ദേശവ്യാപകമായ അംഗൻവാടി സെന്ററുകൾ അടച്ചുപൂട്ടുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇന്ത്യയിലുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ മുഴുവനും പണിയെടുക്കുന്ന എല്ലാ വിഭാഗത്തിൻ്റെയും മിനിമം ശമ്പളം
പ്രതിമാസം 15,000 രൂപയാക്കണം എന്നുള്ള ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട് കുറച്ച് വർഷങ്ങളായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അംഗൻവാടി ജീവനക്കാർക്ക് ഈ മിനിമം ശമ്പളം 15,000 രൂപ നൽകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. കാടുമൂടിക്കിടുന്ന തരിശുഭൂമിയിൽ കൃഷിയിറക്കി നൂറുമേനി വിളയിച്ച 78-കാരൻ അഞ്ചരക്കണ്ടി മുരിങ്ങേരിയിലെ കൃഷ്ണേട്ടനെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. മുരിങ്ങേരി UP സ്കൂളിന്റെ 20 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹം വിജയഗാഥ രചിച്ചത്. അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ നിന്നും 1995 വിരമിക്കുമ്പോൾ വിശ്രമ ജീവിതം എങ്ങനെ വേണമെന്ന് കൃഷ്ണേട്ടൻ നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ പാരമ്പര്യ കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കൃഷിയും ഒപ്പമുണ്ടായിരുന്നു. 1995 മുതൽ 2000 വരെ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചു. കടയിൽ നിന്നും വാങ്ങിക്കുന്ന വിഷക്കായകൾ കഴിച്ച് ആരോഗ്യം നശിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് സ്വന്തമായി കൃഷി ആരംഭിച്ചതെന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞു. ഇവിടെ ഒരുപാട് സാധനം നട്ടിട്ടുണ്ട്. വെണ്ട നട്ടിട്ടുണ്ട്, പയറ് നട്ടിട്ടുണ്ട്. അടക്ക, ചേമ്പ്, പൊടിക്കിഴങ്ങ്, കൂർക്ക, ഇഞ്ചി, മഞ്ഞൾ, വാഴ, ചേമ്പ്, ചേന, കപ്പ, മധുരക്കിഴങ്ങ് തുടങ്ങിയവയാണ് ആദ്യം കൃഷി ഇറക്കിയത്. ഇതിനൊപ്പം വിവിധതരം പച്ചക്കറികളും നട്ടു. വെണ്ടയും പയറും വിളവെടുത്തു. കൂടെ പരീക്ഷണമെന്ന നിലയിൽ ഉമാ നെല്ല് കൃഷി ചെയ്തു. എല്ലാം ഈ 78-കാരൻ തനിച്ചാണ് ചെയ്യുന്നത്. കൃഷ്ണേട്ടൻ ഒരു ദിവസം പുലരുന്നത് കൃഷിയിടത്തിലാണെന്ന് തന്നെ പറയാം. കളപറിച്ചും പരിപാലിച്ചും നട്ടും നനച്ചും മക്കളെ പോലെ പരിപാലിക്കും. വിളവെടുക്കുന്നവ വിൽപ്പനയ്ക്ക് വെക്കാൻ സ്വന്തം കടയുമുണ്ട്. എന്നാൽ വിപണനത്തിനപ്പുറം പുതുതലമുറയിലേക്ക് കൃഷിയറിവുകൾ പകരുകയാണ് ലക്ഷ്യമെന്നും കൃഷ്ണേട്ടൻ പറഞ്ഞു. എൻ്റെ കുട്ടികളോട് ഞാൻ അത് ചാണകം കൊണ്ടുവച്ചിട്ടതാ. ഞാൻ കൈ കൊണ്ടൊക്കെ വരിനൊക്കെ ഇടും. അവരോട് പറഞ്ഞാൽ അത് പിന്നെ അലർജിയാണ്, അത് തൊടില്ല എന്ന് പറഞ്ഞിട്ടാണുള്ളത്. ചാണകം ഏറ്റവും പ്രധാനമാണ്. നന്നാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വേണം. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം, കൃഷിയും കടയുമായി ജീവിതം. മുരിങ്ങേരി UP സ്കൂളിലെ PTA-യും കൃഷ്ണേട്ടന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. സ്വന്തം പറമ്പിൽ കാട്ടുപന്നിയും മുള്ളൻ പന്നിയും കൃഷിക്ക് ഭീഷണിയായതാണ് കാടുമൂടിയ 20 സെന്റ് സ്ഥലത്തെ കൃഷിയിറക്കാൻ കൃഷ്ണേട്ടനെ പ്രേരിപ്പിച്ചത്. കൈപുണ്യമുള്ളവർ തൊട്ടാൽ മണ്ണ് പൊന്നു തരുമെന്ന് പറയുന്നത് ഇവിടെ അർത്ഥവത്തായിരിക്കുകയാണ്. ചിന്മയാനന്ദന്റെ ജന്മശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജൂലൈ 11-ന് ചിന്മയ ജ്യോതി യാത്രയ്ക്ക് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് നവനീതം ഓഡിറ്റോറിയത്തിൽ സ്വീകരണ സമ്മേളനവും നടക്കും. ഏതാണ്ട് 238 ദിവസം കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും 24 സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തി ഈ ഓഗസ്റ്റ് 3-ാം തീയതി സ്വാമിജിയുടെ സമാധി സ്ഥലമായ സിദ്ധപാരിയിൽ എത്തുകയും 2016 ഡിസംബർ ഓടുകൂടി അത് കോൾവാനിലുള്ള പൂനെയിലുള്ള ആശ്രമത്തിൽ ഒരു കടാദീപമായി തെളിയിച്ച് വെക്കുകയും ചെയ്യുന്നതായിരിക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ സംഗമവും കാരുണ്യഭവന ശില്പികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ നടന്ന സംഗമം വാണിദാസ് എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VN മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള, നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KM സൂപ്പി, ട്രഷറർ VP വമ്പൻ, KP താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസവിശേഷത്തിലാണ് പിറന്നത് എന്നറിയുമ്പോൾ ഇത് വെളിച്ചത്തിൻ്റെ മാസമാണ്. ഈ മാസം അത്യുദാത്തമാണ്. വായിക്കാനും എഴുതാനും. KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ KV കുഞ്ഞിരാമൻ മാസ്റ്റർ 8ാം ചരമവാർഷിക ദിനാചരണം നടത്തുന്നു. ജൂലൈ 11 ചെക്യാട്ടുകാവിലെ സ്മാരക മന്ദിരത്തിൽ കോഴിക്കോട് സർവകലാശാല മുൻ മേധാവി ഡോക്ടർ രാഘവൻ പയ്യനാട് ഉദ്ഘാടനം ചെയ്യും. SSLC+2 വിജയികളെയും അഴിമതിരഹിത ഉദ്യോഗസ്ഥനുള്ള അവാർഡ് ജേതാവും മയിൽ KCB എഞ്ചിനീയറുമായ CC രാമചന്ദ്രനെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 8 വർഷമായി മാസ്റ്ററുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി വിവിധ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ 5001 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്ന അവാർഡ് വിതരണം ചെയ്യാറുണ്ട്. സംസ്കൃത, മലയാള, സാഹിത്യ, സാംസ്കാരിക രംഗത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് കണ്ടെത്താറുള്ളത്. അറിയിപ്പുകൾ. നെഹ്റു യുവകേന്ദ്രയിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നതിന് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 10ാം തരം പാസ്സായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. മാസം 2500 രൂപ പ്രതിഫലം ലഭിക്കും. റെഗുലറായി പഠിക്കുന്നവർ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി ഓഫീസുമായി ബന്ധപ്പെടുക.
ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ 2012-13 വർഷത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങാത്തവർ ഓഗസ്റ്റ് 6 മുമ്പായി കൈപ്പറ്റണം. കോളേജ് പ്രവൃത്തി ദിനങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുമ്പെയാണ് വാങ്ങേണ്ടത്. ഈ തീയതിക്കകം കൈപ്പറ്റാത്തവരുടെ കോഷൻ ഡെപ്പോസിറ്റ് സർക്കാരിലേക്ക് അടയ്ക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സത്മാർഗദർശ സഹോദര ആശ്രമത്തിന്റെ വാർഷികാഘോഷം ബുധനാഴ്ച ആശ്രമത്തിൽ നടക്കും. ഗുരുപാദ പൂജ, വിശേഷാൽ പൂജ, നാമാർച്ചന, ഭജന എന്നിവയുണ്ടാകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SFI മാർച്ചിൽ കണ്ണൂരിലും സംഘർഷം. ലാത്തിചാർജും കല്ലേറും. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഡിവൈഎസ്പി ഉൾപ്പെടെ പോലീസുകാർക്കും നേതാക്കൾ ഉൾപ്പെടെ SFI പ്രവർത്തകർക്കും പരിക്ക്. മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേറ്റു. പാനൂർ കൂരാറയിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷിനു നേരെ അക്രമം. ഗുരുതരമായി പരിക്കേറ്റ ജഗദീഷ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അക്രമം നടത്തിയത് ബൈക്ക് തടഞ്ഞു നിർത്തി. അക്രമത്തിനു പിന്നിൽ CPM എന്ന കോൺഗ്രസ്. പൊയിലൂർ പള്ളിച്ചാലിലെ വിനോദിന്റെ മരണം. BJPക്കാരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന ആരോപണം. BJP കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ പോലീസും CPM നേതൃത്വവും തമ്മിൽ ധാരണയെന്ന് PK കൃഷ്ണദാസ്. ഭരണശ്ശേരി കണ്ടോൺമെന്റ് ബോർഡ് തെരഞ്ഞെടുപ്പ്. വിവാദങ്ങൾക്കൊടുവിൽ കേണൽ പത്മനാഭൻ ബോർഡംഗമായി സ്ഥാനമേറ്റു. സത്യപ്രതിജ്ഞ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.